Hello friends, welcome back to Kinsman Food and Vlog. It's me Shyamlal. Friends, അപ്പോൾ ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത് ഒരു വ്ളോഗിംഗ് വീഡിയോ ആയിട്ടാണ്. വ്ളോഗിംഗ് വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മുടെ കാറ്റാടിക്കടവ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്ന ചെറിയൊരു വ്ളോഗിംഗ് വീഡിയോ. ഇപ്പോൾ കൊറോണയ്ക്ക് വേണ്ടി വീട്ടിൽ തന്നെ ഇരുന്ന് മടുത്തപ്പോൾ ചുമ്മാ ചെറിയൊരു ട്രിപ്പ് പോകാന്നുള്ള രീതിയിലാണ് കാറ്റാടിക്കടവ് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തേക്ക് പോകുന്നത്. ഒരുപാട് ഇൻസ്റ്റാഗ്രാം പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ കണ്ടായിരുന്നു ഈ ഒരു കാറ്റാടിക്കടവിനെ കുറിച്ചിട്ട്. അപ്പോൾ കാറ്റാടിക്കടവ് ആ സ്ഥലം ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്തിട്ട് വരാമെന്നുള്ള രീതിയിലാണ് പോണത്. അപ്പോൾ ഞങ്ങൾ വണ്ടിക്കാണ് പോണേ, പോരാതെ തന്നെ ഞങ്ങൾ ഗൂഗിൾ മാപ്പ് നോക്കിയിട്ടാണ് ഈ ഒരു കാറ്റാടിക്കടവ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോണത്. ഗൂഗിൾ മാപ്പ് നോക്കിയപ്പോൾ ഏകദേശം ഒരു 90 കിലോമീറ്ററോളം കാറ്റാടിക്കടവ് എന്ന് പറഞ്ഞ പ്ലേസിലേക്ക് ഉണ്ടെന്നാണ് മാപ്പിൽ കണ്ടത്. അതുപോലെ തന്നെ മാപ്പ് നോക്കി പോകണോണ്ട് എവിടെ ചെന്ന് എത്തും എന്നൊന്നും യാതൊരു ഐഡിയ ഇല്ല. പോണ വഴികൾ നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല റോഡുകളാണ്. അതുപോലെ തന്നെ കാണാൻ നല്ല ഭംഗിയുള്ള വൈബ് പ്ലേസുകളും കാര്യങ്ങളൊക്കെ പോകുന്ന സ്ഥലത്ത് തന്നെ ഉണ്ട്. പിന്നെ നമ്മൾ പോകുന്ന വഴിക്ക് ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ റോഡ് തന്നെയാണ്. കാരണം ഒരു വാഴ വെക്കാനുള്ള കുഴിയൊക്കെ അവരൊരു റോഡിൽ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. എല്ലാ റോഡും അങ്ങനെയല്ല, പക്ഷെ പോണ വഴിക്കുള്ള ഒട്ടുമിക്ക റോഡുകളും ഇതുപോലൊക്കെ തന്നെയാണ്. ചില സ്ഥലത്തുകൾ മാത്രമേ കുഴികളുള്ളൂ എങ്കിലും ആ ഉള്ള കുഴി എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല വലിയ വലിയ കുഴികളാണ്. ബാക്കിയുള്ള കുഴികളൊന്നും അത്ര സീനില്ല. പോണ സമയത്ത് ഞങ്ങൾക്ക് അത്ര സീൻ ഉണ്ടായിരുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ രാവിലെ ആയതുകൊണ്ട് കുഴികളെല്ലാം കറക്റ്റായിട്ട് തന്നെ കാണാൻ പറ്റി. തിരിച്ചു വന്നത് വൈകുന്നേരം ആയതുകൊണ്ട് മിക്ക കുഴികളിലും ഞങ്ങളുടെ വണ്ടി കൊണ്ട് ചാടിച്ചിട്ടൊക്കെ ഉണ്ട്. അതുകൊണ്ട് തിരിച്ചു വരുമ്പോൾ വൈകുന്നേരം ആയി കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും മാക്സിമം കെയർ ചെയ്തിട്ട് വേണം വരാനായിട്ട്. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ കുഴികളിലൊക്കെ ചെന്ന് പെടാൻ ചാൻസ് ഉണ്ട്. പിന്നെയുള്ള റോഡുകൾ നോക്കിക്കഴിഞ്ഞാലൊന്നും വലിയ കുഴപ്പമില്ല. ചില സ്ഥലത്ത് മാത്രമേ ഇതുപോലെ കുഴികളൊക്കെ കാണപ്പെടുള്ളൂ. അതുപോലെ തന്നെ ചില സ്ഥലങ്ങളിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഫോട്ടോ എടുക്കാൻ പറ്റിയ നല്ല ആംബിയൻസ് ഉള്ള സ്ഥലമൊക്കെയാണ്. ഇപ്പം നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ട ഈ സ്ഥലമാണെങ്കിലും നല്ല ഫോട്ടോഗ്രാഫിക്ക് പറ്റിയ സ്ഥലമാണ്. സൈഡിലൊക്കെ നല്ല പച്ചപ്പൊക്കെ നിറഞ്ഞിട്ട് നല്ല അടിപൊളി ആംബിയൻസ് ആണ്. ഹൈവേ കഴിഞ്ഞ് ഹൈവേന്ന് ഏകദേശം ഒരു 20 കിലോമീറ്ററത്തോളം എങ്കിലും ഉള്ളിൽ കയറിയ ശേഷം ഞങ്ങൾ അവിടെ ഒരു മല കണ്ടു. സോ അതാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ. മല കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമായി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു മല എത്താറായല്ലോ എന്നൊരു സന്തോഷം. നമ്മൾ മല നോക്കി വണ്ടി ഓടിക്കുമ്പോഴും നമ്മൾ റൂട്ടിലേക്ക് നോക്കാൻ മറക്കരുത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മല നോക്കി പോണ സമയത്താണെങ്കിലും റൂട്ടിൽ നിറച്ച് കുണ്ടും കുഴിയൊക്കെയാണ്. നേരത്തെ പറഞ്ഞുകൊണ്ട് തന്നെ ഒരു വാഴ വെക്കാനുള്ള കുഴിയൊക്കെ അവർ റൂട്ടിൽ ഇട്ടിട്ടുണ്ട്. അവിടെ നിന്ന് ഏകദേശം ഒരു 8 അല്ലെങ്കിൽ ഒരു 10 കിലോമീറ്ററോളം മുമ്പിൽ പോയ ശേഷം ഞങ്ങൾക്ക് അവിടെ നിന്നിട്ട് ക്ലിയർ ആയിട്ട് നമ്മുടെ മലയൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. അവിടെ ചെന്ന് നിൽക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക ആംബിയൻസ് ആണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല തണുത്ത കാറ്റും അതുപോലെ തന്നെ ആ ഒരു മലയിലേക്ക് നോക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീലും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. പ്രത്യേകിച്ച് വെച്ചാൽ വെയിലും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നല്ല ഒരു ആംബിയൻസ് ആയിരുന്നു. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത് എൻ്റെ സാധാരണ ഒരു മൊബൈൽ ഫോണിലാണ്. അതുകൊണ്ട് എനിക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. നമുക്കത്ര ക്ലിയർ ആയിട്ടും അതുപോലെ തന്നെ അത്ര സൂം ചെയ്തും ക്ലാരിറ്റിയുള്ള ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റില്ല. പക്ഷെ എന്നാലും ഞാൻ എൻ്റെ ഫോണിൽ കഴിയാവുന്ന അത്രയും തന്നെ ഞാൻ സൂം ചെയ്തിട്ട് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു കാണുന്ന ഒരു വീഡിയോ എന്ന് പറയുന്നത് അതാണ്. ആ ഒരു മലയുടെ മുകളിൽ ശരിക്കും ആ ഒരു മഞ്ഞ്, ആ ഒരു മൂടൽ മഞ്ഞ് ഇങ്ങനെ വന്ന് നിൽക്കണ ഒരു സീനാണ്. അപ്പോൾ ഫോണിലെടുത്തുകൊണ്ട് തന്നെ അധികം ക്ലാരിറ്റി ഒന്നുമില്ല. പക്ഷെ എന്നാലും വലിയ കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഫോണിൽ എടുക്കണോണ്ട് സ്റ്റെബിലിറ്റി ഭയങ്കര കുറവായിരിക്കും. അതുകൊണ്ട് ഞങ്ങൾ നിർത്തിയിട്ടിട്ട് ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കി. ഇപ്പോൾ നിങ്ങൾക്ക് കാണും മനസ്സിലായിട്ടുണ്ടാവും ആ ഒരു മലയുടെ മുകളിൽ ശരിക്കും ആ ഒരു കോട അല്ലെങ്കിൽ ആ ഒരു മേഘം ആ ഒരു മലയുടെ മുകളിൽ കൂടെ നൈസായിട്ട് ഇങ്ങനെ തഴുവി പോണത് എന്തായാലും നല്ലൊരു അടിപൊളി ആംബിയൻസ് ആണ്. ഞങ്ങൾ അധികം നേരം അവിടെ നിന്നില്ല. അപ്പം തന്നെ അവിടെ നിന്ന് ഞങ്ങൾ പുറപ്പെട്ടു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ടൈം ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഏകദേശം ഒരു 1:30 ആയപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ തിരിച്ച് വലിയൊരു 10 മണിക്ക് മുമ്പ് എത്തണം എന്നുള്ള രീതിയിൽ ഞങ്ങൾ അധികം നേരമൊന്നും കുറേ സ്ഥലങ്ങളിൽ നിന്നില്ല. ഓരോ പ്ലേസ് കണ്ട് അപ്പം തന്നെ ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് പോണ റോഡും കാര്യങ്ങളൊന്നും വലിയ സീൻ ഉണ്ടായിരുന്നില്ല. അത്യാവശ്യം നല്ല റോഡുകളായിരുന്നു. പോണ സമയത്ത് തന്നെ നമ്മുടെ അവിടെ കോടയും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞോണ്ട് തന്നെ ഫോണിലെടുത്ത കാരണം കൊണ്ട് നല്ല ഷെയ്ക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ഒരു നമ്മൾക്ക് ആ ഒരു സ്റ്റെബിലിറ്റി ഇത്തിരി കുറവായതുകൊണ്ട് ചെറിയ രീതിയിലൊക്കെ ഒന്ന് ഷെയ്ക്ക് വന്നിട്ടുണ്ട്. പക്ഷെ എന്നാൽ ഞാൻ മാക്സിമം സ്റ്റേബിളായിട്ട് തന്നെ എടുക്കാൻ ശ്രമിച്ച്. പിന്നെ റോഡുകളും കാര്യങ്ങളൊക്കെ വൈബാണ്. അതുപോലെ തന്നെ പോണ സമയത്ത് നമ്മുടെ ഒരു കാട്ടിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും കോട എന്ന് പറഞ്ഞിട്ട് നല്ലൊരു പ്രത്യേക ഒരു ആംബിയൻസ് ആണ്. പിന്നെ നമ്മൾ പോണ സ്ഥലങ്ങളിൽ തന്നെ സൈഡിലായിട്ട് ഒരുപാട് മരങ്ങളും ഒരുപാട് റബ്ബറിൻ്റെ മരങ്ങളൊക്കെ നിൽക്കണ കാണാനായിട്ട് സാധിക്കും. ഞങ്ങൾ അവിടെ തുടങ്ങി ഇവിടം വരെ ഒരുപാട് നേരം ഇരുന്ന് വന്ന കാരണം കൊണ്ട് നട്ടലിനൊക്കെ നല്ല വേദന ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരം ഒന്ന് നിർത്തിയിട്ട് പോകാന്നുള്ള രീതിയിൽ ഞങ്ങൾ വണ്ടി ഒരു സൈഡിലേക്ക് ഒന്ന് ഒതുക്കിയിട്ട് ഇപ്പോൾ അവിടെ നിന്നിട്ടുള്ള ഒരു വ്യൂ ആണ് നിങ്ങൾ കാണുന്നത്. ഇപ്പോൾ അവിടെ ഒരു മൂടൽമഞ്ഞൊന്നും ഉണ്ടായിരുന്നില്ല. ഏകദേശം ഒരു 5 മിനിറ്റിന് ശേഷം നല്ല കോടയായിട്ടുണ്ട്. ആ ഒരു കാറ്റും കാര്യങ്ങളൊക്കെ വീശുന്നതനുസരിച്ച് നമ്മുടെ അടുത്ത് ഇങ്ങനെ കോട വന്നുകൊണ്ടിരിക്കും. എന്തായാലും നല്ലൊരു അടിപൊളി വൈബ് പ്ലേസ് ആണ്. കാറ്റാടിക്കടവ് എന്ന് പറയുമ്പോൾ അതിനകത്ത് വ്യൂ പോയിന്റ് ഉണ്ടെങ്കിലും ഇതുപോലുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്. നമുക്ക് റോട്ടിൽ നിന്ന് തന്നെ ഒരു വൈബും കാര്യങ്ങളൊക്കെ ആസ്വദിക്കാനായിട്ട് സാധിക്കും. പിന്നെ ഞങ്ങൾ ഇങ്ങനെ പോണ സമയത്ത് ചെറിയ രീതിയിലൊക്കെ മഴ പൊടിയുന്നുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ട്രിപ്പ് പോകാൻ പ്ലാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ മാക്സിമം ജാക്കറ്റും കോട്ടും കാര്യങ്ങളൊക്കെ
കരുതിയിട്ട് വേണം പോകാനായിട്ട്. അല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മഴ പൊടിഞ്ഞ് ജലദോഷം പനിയൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ കൊറോണയൊക്കെ ആയതുകൊണ്ട് നമ്മൾ മാക്സിമം കെയർ ചെയ്തിട്ട് വേണം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകാനായിട്ട്. ഞങ്ങൾ മാപ്പിൽ നോക്കി പോയി അവസാനം മാപ്പ് ഞങ്ങളെ ഒരു സ്ഥലത്ത് കൊണ്ട് എത്തിച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല വൈബ് ആംബിയൻസ് ആണ്. അപ്പോൾ കാണാനൊക്കെ കണ്ടോ, ആ ഒരു മലയും റോഡും എല്ലാം നമുക്ക് ഇങ്ങനെ അതുപോലെ നല്ല അടിപൊളിയായിട്ട് കാണാനായിട്ട് സാധിക്കും. പിന്നെ ഞങ്ങൾ മാപ്പ് നോക്കി തന്നെ നടന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഗൂഗിൾ മാപ്പ് നോക്കി തന്നെയാണ് പോണത്. അപ്പോൾ മാപ്പ് റോഡ് കഴിഞ്ഞിട്ട് ചെറിയതായിട്ട് കുറേ ഡോട്ടുകൾ ഇട്ടിട്ട് ഇങ്ങോട്ട് ഒരു വഴി കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആ വഴിയാണ് പോണേ. ആ വഴി പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ പുല്ലും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ അനങ്ങി എന്താ ഒരു പ്രത്യേക ഒരു വൈബായിരുന്നു അവിടെയും. അതിനുശേഷം ഞങ്ങൾ നേരെ തന്നെ നടന്നപ്പോൾ റോഡൊക്കെ കഴിഞ്ഞു. പിന്നെ മണ്ണിട്ട വഴിയായി. അത് കഴിഞ്ഞപ്പോൾ ഇങ്ങോട്ട് സൈഡിലേക്ക് ഒരു കാട്ടിലേക്ക് കയറി പോകുന്ന ഒരു വഴി ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ചുമ്മാ അതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ആ ഒരു കാട്ടിലേക്ക് കയറി. അങ്ങോട്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇറങ്ങണ കാര്യത്തിൽ സീനാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് കാടും പടലൊക്കെയാണ്. അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാലും പൈനാപ്പിൾ തോട്ടവും അതുപോലെ തന്നെ കുറേ മരങ്ങളും കാര്യങ്ങളും നിൽക്കണം കാണാനായിട്ട് സാധിക്കും. അവിടെയും ഒരു പ്രത്യേക വൈബ് തന്നെയാണ്. പക്ഷേ നല്ല കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട്. കുറേ ഭാഗങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് നീട്ടിയുള്ള ഒരു വീഡിയോ വേണ്ടല്ലോ എന്ന് വെച്ചിട്ട് കുറേ ഭാഗങ്ങൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ആ കാടിൻ്റെ ഉള്ളിലൊക്കെ പോയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പെട്ട് തിരിച്ചു വന്ന അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞങ്ങൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് വന്ന വഴിക്ക് തന്നെ വേറെ ഒരു പോയിന്റ് കണ്ടായിരുന്നു, ഒരു വ്യൂ പോയിന്റ്. അപ്പം ഞങ്ങൾ അവിടെയും ജസ്റ്റ് ഒന്ന് കയറി നിന്ന് നോക്കി. അവിടെ നിന്ന് നോക്കിയപ്പോഴും നല്ല ഒരു വൈബ് ആംബിയൻസ് തന്നെയായിരുന്നു. അപ്പോൾ ഒരുപാട് വ്യൂ പോയിന്റ് നമ്മുടെ ഈ ഒരു കാറ്റാടിക്കടവിലുണ്ട്. കുറേ സ്ഥലത്തൊക്കെ പോലീസ് നിൽക്കുന്നുണ്ട്, ചെക്കിങ്ങിനും കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നത്. അപ്പോൾ പോലീസുകാർ അങ്ങോട്ട് പോണവരുടെ അടുത്ത് നിന്ന് എന്തൊക്കെയോ ചോദിക്കാനുണ്ടായിരുന്നു. അതുപോലെ തന്നെ എന്തോ ഫൈൻ ഇടിക്കുക എന്തൊക്കെയാണ്ടൊക്കെയാണ് അവർ ചെയ്യണേ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോകാൻ നിന്നില്ല. ഒന്നാമത്തെ കാര്യം ഞങ്ങളിൽ പൈസ ഉണ്ടായിരുന്നില്ല. ഉള്ള പൈസ പെട്രോൾ അടിക്കാനൊക്കെ ഞങ്ങൾ യൂസ് ചെയ്ത്. അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോയില്ല. അവിടെ കാണാൻ പറ്റാവുന്ന കുറച്ച് സ്ഥലങ്ങളൊക്കെ ഞങ്ങൾക്ക് ഇറങ്ങി അവസാനം ഞങ്ങൾ തിരിച്ച് പോരാണ് ചെയ്തത്. ഇപ്പം നിങ്ങൾ ട്രിപ്പുകളിലും പോകണമെന്നുണ്ടെങ്കിൽ തന്നെ മാക്സിമം കാറിൽ പോകാൻ ശ്രമിക്കുക. കാരണം കാറെന്ന് വെച്ചാൽ കുറച്ചും കൂടിയും സേഫ്റ്റിയാണ്, പ്രൊട്ടക്ഷനാണ് ബൈക്കിനെ സംബന്ധിച്ച് പോയി കഴിഞ്ഞാൽ. ഇപ്പം നിങ്ങൾ ബൈക്കിന് പോകണമെന്നുണ്ടെങ്കിൽ മാക്സിമം ജാക്കറ്റും ഗ്ലൗസും അതുപോലെ തന്നെ ഹെൽമെറ്റും അങ്ങനെയുള്ള മാസ്ക് ഒക്കെ നമ്മൾ എപ്പോഴും എടുക്കണം. മാസ്കിൻ്റെ കാര്യം മറക്കണ്ട. പിന്നെ സാനിറ്റൈസർ ഒക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് അത് കൊണ്ടുപോക്കോ. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഇന്നത്തെ ഒരു വീഡിയോയിൽ പറയാനുള്ളൂ. ഇന്നത്തെ ഒരു വീഡിയോ അവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതിൽ നല്ലൊരു വീഡിയോ അടുത്ത പ്രാവശ്യം കാണാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ. എന്തൊരവസ്ഥയല്ലേ. ദാരിദ്ര്യം വീഡിയോ പെടല്ലേ. നൈസായിട്ട് കുറച്ച് കറല്ലേ പണിച്ചാൻ. ആ പോട്ടെ പോലെ അയ്യോ